മക്കളെ നമ്മള് ഒരു കിണറിങ്ങിന്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ. ഒരു 7500 രൂപ ബഡ്ജറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്ക് പറഞ്ഞിട്ട് 7 അടിയാണ് അതിന്റെ വലിപ്പം വന്നിട്ടുണ്ടായിരുന്നത്. 5200 രൂപയോളം നമുക്ക് അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ട്, ബാക്കി ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് കമന്റുകൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേറ്റിന് മെറ്റീരിയൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് കേട്ടോ, നമുക്ക് അവർ കണക്കൂട്ടുമ്പോൾ 8000ന്റെ പുറത്ത് വരുന്നുണ്ട്. ഇത്ര നമുക്ക് ഇവിടുന്ന് ഇതാണ്ട VP സ്റ്റീൽ ആൻഡ് ഹാർഡ്വെയർ പനവണ്ണത്തെ ബില്ലാണ്. നമ്മൾ സ്ഥിരം അവിടുന്ന് മെറ്റീരിയൽ എടുക്കല്. അവിടുന്ന് വന്നിട്ടുള്ള ബില്ലാണ് ഈ കാണുന്നത്. മെഷീന് 2000 രൂപൻ്റെ ഉള്ളിൽ ഒക്കെ പാടെ വന്നിട്ടുള്ള 5000 രൂപ, 200 രൂപ വണ്ടി വാടക, അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ ഒരു 5000 രൂപ ബഡ്ജറ്റിൽ നമുക്ക് അതിൻ്റെ സാധനങ്ങൾ കിട്ടി. അതിൻ്റെ തെളിവാണിത്. ബില്ല് കണ്ടില്ലേ? ഇതിൽ കറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൽ വരികയാണെന്ന് വെച്ചാൽ ബില്ല് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിൽ വരികയാണെന്ന് വെച്ചാൽ ഞാൻ ബില്ല് ഞാൻ അയച്ചു തരാം. പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ ലേബർ മേടിച്ചതിൻ്റെ പ്രശ്നങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലേബർ മേടിച്ചതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോഴേ നമുക്ക് ഒരു ഹാഫ് ഡേ വർക്കാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു 2 മണിയാകുമ്പോഴത്തേനും അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ ഫുഡും കഴിച്ച് ഞങ്ങൾക്ക് അന്ന് അതിന് 2300 രൂപ കണക്ക് കൂട്ടിക്കോ. വേറെ ഒരു 3 ഷട്ടർ നേരാക്കാൻ ഉണ്ടായിരുന്നു. ആ 3 ഷട്ടർ നേരാക്കാൻ നമുക്ക് വന്നിട്ടുള്ളത് ഒരു 500 രൂപ വെച്ചിട്ട് 1500 രൂപ നമുക്ക് ആ 3 ഷട്ടറിൻ്റെ ഗ്രീസ് ഇട്ട് കൊടുക്കുന്നതിനും നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം എടുത്ത വർക്കാണ് നമ്മൾ ആ 2 വർക്ക്, ഈ ഒരു വർക്കും ഷട്ടറും പാടെ. നമുക്കപ്പോൾ കൂലി കിട്ടി. ഒരാൾക്ക് ഒരു 1500 രൂപ കൂലി കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ വണ്ടി വാടക ചിലവ് കഴിഞ്ഞിട്ട് നമ്മുടെ കൂലി നമുക്ക് സുഖമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ റിയാക്ട് വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരുപാട് ചങ്കൾ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോകൾ കാണുന്നതും അതുപോലെ നമുക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ എടപ്പാൾ ചങ്ങനങ്ങളുള്ള ഒരു സത്താർക്ക, അതേപോലെ വേറെ 1-2 ടീമുകൾ നമ്മുടെ സ്ഥിരം വീഡിയോസിൽ കമൻറ്റ് ഒക്കെ ചെയ്യുന്ന ടീമുകളുണ്ട്. അവർ പറഞ്ഞു, ബ്രോ ഈ റേറ്റിന് റേറ്റ് പറഞ്ഞിട്ട് ഇടണ്ട, നമുക്കത് അവർക്കും മറ്റുള്ളവർക്കും ഗ്രൂപ്പിലൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്, നമുക്ക് ഈ റേറ്റിന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ മുതലാവുക എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഈ ഒരു വർക്ക് മാത്രമല്ല ഈ 2000 ചില്ലറ രൂപയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഹാഫ് ഡേ വർക്ക് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ കഴിവ് കാരണം കൊണ്ടാണ്. കഴിവ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വർക്ക് കഴിഞ്ഞ് വേറെ സൈറ്റ് എടുക്കാൻ പറ്റിയോണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിന് ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലധികം റേറ്റ് വരും. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മച്ചാനെ ഈ ഒരു റേറ്റ് പറയാണ്ട് വീഡിയോ എടുക്കും ബ്രോ, നമുക്കത് ആ റേറ്റിന് നീ പറയുന്ന റേറ്റിന് ഇവിടെ കസ്റ്റമേഴ്സ് നമ്മളുടെ കയ്യിൽ ചോദിക്കുമ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു 2 സൈറ്റ് കിട്ടിയോണ്ടാണ് നമ്മൾ ആ ഒരു വർക്ക് ആ റേറ്റിന് ചെയ്ത് കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ അതിന് കൂടിയ ലേബർ നമ്മൾ മേടിക്കും. അപ്പോൾ ആ റേറ്റ് നമ്മൾ മേടിക്കാൻ കാരണം ഇതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊരു എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്തായാലും നമ്മൾ പറയുന്നില്ല, മെറ്റീരിയലിൻ്റെ റേറ്റ് നമ്മൾ കാണിച്ചു തരും. അതുപോലെ പിന്നെ ഷീറ്റ് വർക്ക് കാണിച്ചാൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് ലേബറിന് നമ്മളെല്ലാ വർക്ക് എടുക്കുകയാണെച്ചാലും മെറ്റീരിയൽ പാർട്ടിനോടാണ് എടുപ്പിക്കൽ. ഇനിയിപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് കൂട്ടാം. പാർട്ടി ബില്ല് അവർ തന്നെ പോയി എടുത്തത്. പാർട്ടി ബില്ല് അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ റേറ്റ് കൂട്ടിയിട്ട് അവർക്ക് കാണിച്ചു കൊടുത്താൽ അവരുടെ നിന്ന് പൈസ മേടിക്കാം. നമ്മളതിനൊന്നും നിന്നിട്ടില്ല. നമ്മളെല്ലാ ബില്ലും അങ്ങനെ തന്നെയാണ്, പാർട്ടിന് ഡയറക്റ്റ് വിടുകയാണ്. അല്ലാണ്ട് നമ്മൾ പോയി എടുത്ത് കസ്റ്റമർ ബില്ല് അടിച്ച് നമ്മുടെ ബില്ല് അവിടെ വേറെ ഉണ്ടാവും റേറ്റ് കമ്മിയാക്കിയിട്ട്. അങ്ങനെയൊന്നുമല്ല, നമ്മളെല്ലാം കറക്റ്റ് ബില്ലിലാണ് നമ്മൾ കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ സ്ക്വയർ ഫീറ്റ് ഷീറ്റ് വർക്കൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് ലേബർ നമ്മൾ കമ്മിയാക്കിയിട്ട് 1 സൈഡ് നമ്മൾ 16 to 22 വരെ നമ്മൾ 1 സൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓരോ രീതിക്കും ഓരോ സൈറ്റിനും പണി കഴിയുന്നതിനനുസരിച്ച് നമ്മൾ കമ്മിയാക്കി കൊടുക്കലുണ്ട്, കൂട്ടലുണ്ട്. 4 മുതൽ നമ്മൾ അത് 26 വരെ എടുക്കലുണ്ട്, 20 മുതൽ 26 വരെ എടുക്കലുണ്ട്, 22 മുതൽ 26, 28 എടുക്കലുണ്ട് നമ്മൾ. അത് ഏരിയയ്ക്ക് ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയലിൻ്റെ റേറ്റ് മാത്രമാണ് നമ്മൾ ഇനി മുതൽ പറയുന്നുള്ളൂ കേട്ടോ. നമ്മൾ കാരണം കൊണ്ട് മറ്റുള്ളവർ എന്തായാലും അവർ ബുദ്ധിമുട്ടണ്ട. വേണ്ടപ്പെട്ട കുറച്ച് ടീമുകൾ നല്ല രീതിക്ക് നമ്മുടെ സ്ഥിരം മെസ്സേജ് അയക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്, ബ്രോ അങ്ങനെ റേറ്റ് കാണിച്ചിട്ട് എടുക്കണ്ട എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മളെ എന്തായാലും ഇനിയിപ്പോൾ റേറ്റ് കാണിക്കുന്നില്ല. നമ്മൾ ഇതാണ് വിഷയം. നമ്മൾ ഇവിടെ 2500 നമ്മൾ അവിടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചവരെയുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വേറെ സൈറ്റ് പോയി. അപ്പോൾ നമുക്കുള്ള കൂലിയും ചെക്കന്മാർക്കുള്ള കൂലി, നമുക്ക് നമ്മുടെ ടൂൾസിൻ്റെ വണ്ടിയുടെ എക്സ്പെൻസ്, ഇതൊക്കെ നമുക്ക് അതൊന്ന് പോകുന്നു. പക്ഷേ ഇത് മറ്റുള്ളവർ കാണുമ്പോഴേ, പാർട്ടികൾ കാണുമ്പോൾ അവർ ഈ റേറ്റ് മാത്രമാണ് നോക്കുന്നത്. എൻ്റെ ഒരു ഇത് കാരണം കൊണ്ടാണ് ഞാനൊരു സൈറ്റ് കഴിഞ്ഞ് വേറൊരു സൈറ്റ് പോകുന്നത്. ആ ഒരു സൈറ്റുമ്പോൾ തന്നെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിനും കൂടിയ റേറ്റിന് ചിലപ്പോൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മുടെ ഒരു ഇത് കാരണം കൊണ്ടാണ് നമ്മൾ ആ റേറ്റിന് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് 2500 ചെയ്ത് കൊടുത്തു ലേബറിന്, അതായത് മൊത്തം 7500. പല സ്ഥലങ്ങളിലും പല റേറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്ന റേറ്റിന് തന്നെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതാണ് പറയുന്നത്. അതിൽ ഏറ്റവും സങ്കടമായ ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഒരു ടീം നമ്മളുടെ കയ്യിൽ വിളിച്ചിട്ട് പറഞ്ഞേ, ബ്രോ നീ ഇങ്ങനെ വർക്കിൻ്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കുട്ടികൾ കഴിക്കുന്ന പോലെ നമ്മുടെ കുട്ടികളും കഴിക്കണ്ടേ, നമുക്കത് ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാരണം കൊണ്ട് എന്തായാലും ആരും ബുദ്ധിമുട്ടണ്ട. നമ്മളാരും ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആരും ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് നമുക്ക് ആഗ്രഹമല്ല. നമുക്ക് കിട്ടുന്ന വർക്ക് നമ്മൾ നല്ല രീതിക്ക് എടുത്ത്
ഫിനിഷിങ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്ന വേറെ കുറേ കമൻറ്റുകൾ, നിനക്ക് ഈ കിണറിൻ്റെ അടപ്പുണ്ടാക്കൽ 4 ഷീറ്റിൻ്റെ ഇടൽ അതൊക്കെ ആണല്ലോ, നീ വലിയ വർക്ക് കാണിക്ക്, നീ നല്ല കണ്ട് വർക്ക് എൻ്റെ കാണിക്ക്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കമൻറ്റുകളിൽ. അങ്ങനെ പറയുന്നവർ പറഞ്ഞിരിക്കണുള്ളൂ. അവരെ അക്കൗണ്ട് ഞാൻ നോക്കിയപ്പോൾ അവർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടുകയും ഇല്ല, എന്നാലോ മറ്റുള്ളവർ ചെയ്ത വീഡിയോസ് ഉണ്ടാവില്ല അവരെ നെഞ്ഞത്തേക്ക് കമൻറ്റിലൂടെ കയറുകയും ചെയ്യും. അങ്ങനെ കുറേ ടീമുകളുണ്ട്. അതങ്ങനെ കമൻറ്റ് പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതവർ പറയട്ടെ. അവർ കാണുന്നത് കൊണ്ട് നമുക്ക് കമൻറ്റ് ഇടുന്നതോട് നമുക്ക് ഗുണങ്ങളുള്ളൂ, ഒരു ദോഷങ്ങളും ഇല്ല. നമുക്ക് വരുന്ന വർക്കുകളുണ്ട്, ഒരു കുഴപ്പമില്ല, റാത്താണ്. അപ്പം അങ്ങനെ മക്കളെ, നമ്മളിനിപ്പോൾ എന്തായാലും നമ്മൾ റേറ്റ് കാണിച്ചിട്ട് ഇനി വീഡിയോ എടുക്കുന്നില്ല കേട്ടാ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നുള്ളത് അവർ പേഴ്സണലായിട്ട് വിളിച്ച് പറയുന്നതുകൊണ്ടാണ്. പിന്നെ അതുപോലെ നമ്മളുടെ നല്ല നല്ല വീഡിയോസുകൾ വരുന്നതായിരിക്കും കേട്ടോ.